ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ iOS 18 ഡീറ്റെയിൽസും എക്സ്പീരിയൻസും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ 24 hour പ്ലസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഐഫോണിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം, അതായത് നമ്മുടെ ഡിസ്പ്ലേ അടിച്ചു പോകാണ്ട് ഗ്രീൻ സ്ക്രീൻ ഒന്നും വരാണ്ട് എങ്ങനെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മളിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. നിങ്ങൾ iOS 18 അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ മറക്കണ്ട കേട്ടോ ഫുള്ള് കാണാൻ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോക്ക് അതിന് മുമ്പ് നമ്മുടെ രണ്ട് മെയിൻ ചാനൽസും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമന്റ് ബ്ലോഗ് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ മൂന്നാമത്തെ ചാനൽ GSH വേൾഡ് കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, അങ്ങനത്തെ ഗാഡ്ജറ്റ് കമ്പാരിസൺ, അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെയിൻ ഫീച്ചേഴ്സും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ നമ്മുടെ iOS 18 ഞാൻ പറയാം. അപ്പോൾ ഇതെൻ്റെ iPhone 15 ആണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മൾ കാലത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 24 മണിക്കൂർ പ്ലസ് ആയിട്ടുണ്ട്. ഇതിലത്തെ പുതിയ വാൾപേപ്പറാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ആദ്യം തന്നെ വന്നേക്കുന്നത് നമുക്ക് ഈ ലോക്ക് സ്ക്രീനിൽ വാൾപേപ്പർ കസ്റ്റമൈസേഷൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഐക്കൺ കസ്റ്റമൈസേഷൻ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ചെയ്ത് നോക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ഓപ്ഷനിൽ വരുമ്പോൾ തന്നെ ഇതിൽ മുമ്പുണ്ടാകുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഇവിടെ കണ്ടു, നമുക്ക് ഇവിടെ ഇത് മാറ്റാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഇത് നമുക്ക് മുമ്പ് ഇവിടെ രണ്ടും ഞാൻ ഇത് പഴയ പോലെ തന്നെ വെച്ചേക്കുന്നത്. ഇതിൽ നമുക്ക് എന്താ പറയുക, ടോർച്ചും ക്യാമറയും നമ്മുടെ പഴയ ഇതിലുള്ള ലോക്ക് സ്ക്രീനുള്ള സംഭവമായിരുന്നു. അത് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഇപ്പോൾ പക്ഷേ നമുക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒരു റിമൂവ് ചെയ്യാനുള്ള ഐക്കൺ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് നമുക്ക് യൂസ്ഫുൾ ഉള്ള സംഭവം തന്നെയാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഐക്കൺസ് ആണ് വന്നിരിക്കുന്നത്. ഐക്കൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കസ്റ്റമൈസ് ഓപ്ഷൻ വരും കണ്ടോ. അപ്പോൾ ഈ കസ്റ്റമൈസ് ഓപ്ഷനിൽ നമുക്ക് ഇവിടെ അത് പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മുടെ സാംസങ്ങിൽ പോലെയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിലത്തെ ബാക്കിയുള്ള ഐക്കൺ കസ്റ്റമൈസേഷൻ്റെ പോലെയൊന്നും iOSൻ്റെ അതിൻ്റെ അടുത്തൊന്നുമില്ല. കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് മോഡും ഉണ്ട്, ഒരു ലൈറ്റ് മോഡും ഉണ്ട്, ഒരു ഓട്ടോമാറ്റിക് മോഡും ഉണ്ട്. പിന്നെ നമുക്ക് കളറ് മാത്രം വെക്കാൻ പറ്റുന്ന ഒരു മോഡും ഉണ്ട്. അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക, വേറെ ഞാനൊരു ഐക്ക് എടുത്തു. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു കസ്റ്റമൈസ് ഓപ്ഷൻ വന്നു എന്നല്ലാണ്ട് വലിയ ഇതൊന്നും എടുത്ത് പറയാനുള്ള കസ്റ്റമൈസേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഐക്കണൊക്കെ നിങ്ങൾ മാറിയത് നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ. ഇതാണ് ചെറുതായിട്ടൊരു അപ്ഡേറ്റ് വന്നേക്കുന്നത്. പിന്നെ വന്നേക്കുന്നതാണ് നമുക്ക് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ വന്നിട്ടുണ്ട്. അത് പക്ഷേ iPhone 15 പ്രോൻ്റെ മോഡലിലൊക്കെ ഉള്ളൂ കേട്ടോ. നോർമൽ മോഡലൊന്നും ഇല്ല. നാണില്ല ആപ്പിളെ, എനിക്കതാ പറയാനുള്ളത്. എല്ലാ സാധനവും പ്രോനും പ്രോ മാക്സിനും അതുപോലത്തെ ലേറ്റസ്റ്റ് അങ്ങനെ മോഡൽസിനൊക്കെ ഒരു കുറച്ച് നാണം എന്ന് വെച്ചാൽ ഇത്രയും കസ്റ്റമേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ബ്രാൻഡ് വേറെ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. തപ്പി പിടിച്ച് പോലും എത്രയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ബ്രാൻഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നല്ല അമ്മമാരെ ഷെയർ മാർക്കറ്റൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു ആപ്പിളിൻ്റെ ഒക്കെ. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന അപ്പോൾ അത് ഞാൻ എന്നിട്ട് ഇപ്പോൾ അത് പിടിഞ്ഞ് പൊളിയാണ്ട് മുമ്പ് ഞാൻ വിറ്റു. എനിക്കത് എത്ര പേരെ അതിനെക്കുറിച്ച് ഇപ്പോൾ അമേരിക്കൻ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഈ സാധനം എമ്മാരി ഡീലായിട്ട് ഞാൻ അറിയാം. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ആ സാധനം നമ്മുടെ ഇതിലേക്ക് ഇല്ല കേട്ടോ. നമ്മുടെ നോർമൽ സീരീസിലേക്കോ 15-ലേക്കോ പ്രോ 14-ലേക്കോ അതിലൊന്നും നമുക്ക് കോൾ റെക്കോർഡിങ് കിട്ടില്ല. ഞാൻ എൻ്റെ S23 ഇത് S23 അല്ല, ഞാൻ പണ്ട് S21 FE, അതിന് മുമ്പ് S8 എടുക്കുമ്പോൾ കാലത്ത് വരെ അതിൽ റെക്കോർഡിങ് ഉണ്ടായിരുന്നു. അതാണ് വ്യത്യാസം. അയ്യോ പറയണ്ട. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫീച്ചറിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ക്യാമറ ഫീച്ചറിൽ ചെറുതായിട്ട് കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ അപ്ഡേറ്റ് ആണ് നമുക്ക് നമ്മുടെ വീഡിയോ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് വരുന്നത്. ആൻഡ്രോയിഡൊക്കെ കാലങ്ങളായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ഇപ്പോഴാണ് വരുന്നത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ ക്യാമറ ആപ്പ് തുറക്കുക. ഇതിൽ നമ്മൾ റെക്കോർഡിങ് അമർത്തി കഴിഞ്ഞാൽ ഉണ്ട് ഇവിടെ നമുക്ക് ഫ്ലാഷ് വന്നു, നമുക്ക് പോസ് ഓപ്ഷൻ വന്നു. അപ്പോൾ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഈ ഫ്ലാഷിൽ നമുക്ക് പണ്ട് ഫ്ലാഷ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഓട്ടോ മോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ നമുക്ക് ഓൺ ഓഫ് അങ്ങനെ ചെയ്യാനുള്ള ഒരു മോഡും ക്യാമറയിൽ വന്നിട്ടുണ്ട്. അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും കാണാനില്ല. 4K 60 FPS മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഈ സാധനത്തിൽ വന്നിട്ടില്ല. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് UAE അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാണുന്ന യൂസുകളാണ്. അല്ലാണ്ട് ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ പോയിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. നമുക്ക് നോർമലി പ്രാക്ടിക്കലിൽ ആവശ്യം എന്ന് ഫുള്ള് പറയാൻ പറ്റില്ല, നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് ചേഞ്ചസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സെറ്റിങ്സിൻ്റെ കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. നോർമലി എന്നെക്കാട്ടും കുറച്ചും കൂടി എന്താ പറയുക, എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം, ഇപ്പോൾ മെയിനായിട്ടുള്ള സാധനങ്ങൾ മാത്രം മുകളിലേക്ക് കൊണ്ടുവന്നു.
അങ്ങനെ കുറച്ച് ഇപ്പോൾ എല്ലാം ഓരോ എന്താ പറയുക ഓരോ പാട്ടാക്കി മാറ്റി അപ്പോൾ കുറച്ച് നമുക്ക് കണ്ടുപിടിക്കാനും സംഭവമൊക്കെ കുറച്ച് ഈസിയാണ്. ഇപ്പോൾ ബാറ്ററിയിലും കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഞാൻ iPhone 15 ഉപയോഗിച്ചിട്ട് 6 മാസം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനത്തിൽ ഇപ്പോഴും എൻ്റെ എന്താ പറയുക ബാറ്ററി ഹെൽത്ത് ഞാൻ കാണിച്ചു തരാം. ഈ സാധനമാണ് വന്നേക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള. നമുക്കിതിൽ ബാറ്ററി ചാർജിങ് നമുക്ക് 80% തൊട്ട് 85, 90, 95, 100% വരെ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ആ സൈക്കിളൊന്ന് കൺട്രോൾ ചെയ്യാനുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ അതിൽ തന്നെ ഒപ്റ്റിമൈസ് ചാർജിങ് സപ്പോർട്ടും വന്നിട്ടുണ്ട്. എൻ്റെ ബാറ്ററി ഹെൽത്ത് നോർമലാണ്, ഇപ്പോഴും 100% 77% ഉള്ളൂ. നമ്മളത് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴും 100% തന്നെയാണ്. 6 മാസമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതും എൻ്റെ പ്രൈമറി ഡിവൈസാണ്. ഇത് നമുക്ക് ഇവിടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് മാനുഫാക്ചറിങ് ഡേറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് യൂസ് ഒക്കെ നമുക്ക് ഇതിൽ കാണാം. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഫോൺ വാങ്ങിക്കുന്നൊക്കെയാണെങ്കിൽ 15 സീരീസ് മുകളിൽ അങ്ങനെ വരുള്ളൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല പരിപാടിയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം ഇവരോട് പറയുന്നുണ്ട് ഓൺ ഗോയിങ് ഡിവൈസ് സെറ്റപ്പാണ്. അപ്പോൾ ബാറ്ററിനെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് കൂടുന്ന പറഞ്ഞാൽ ഒരു രീതി കാണിക്കുന്നത് അവിടെ. അപ്പോൾ അതാണ് ഒരു ചേഞ്ചസ് വന്നേക്കുന്നത്. എനിക്ക് ഒരു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കുറച്ച് ആവശ്യമുള്ള, അതും ആൻഡ്രോയിഡിന് കട്ടെടുത്തിട്ട് കുറച്ച് ആവശ്യമുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. അതുപോലെ തന്നെ നമുക്ക് T9 ഡയലർ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ പേര് വെച്ച് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ലോക്ക് സ്ക്രീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അതുപോലെ തന്നെ ഫ്ലാഷിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെറ്റിംഗ്സിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്യാമറ ടൈമർ ഓപ്ഷനിൽ 5 seconds ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാസ്വേഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതാണ് വേറൊരു ചേഞ്ച് വന്നേക്കുന്നത്. ഇതും കൂടെ കാണാം. ഞാനിപ്പോൾ ഇത് ഉണ്ടോ അതിൽ നമുക്ക് നമ്മുടെ പാസ്വേഡും സംഭവമൊക്കെ അതിലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ അതാണ് ഞാൻ ഒന്ന് വായിക്കട്ടെ കേട്ടോ. കൺട്രോൾ സെൻറ്റർ അതാണ് മെയിൻ. കൺട്രോൾ സെൻറ്റർ ഭയങ്കരമായിട്ട് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. എവിടെ ഇത് നമുക്ക് കുറേ പേജസ് ആയിട്ടൊക്കെ ഉണ്ട് കണ്ടോ. കുറേ പേജസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചേഞ്ച് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചേഞ്ച് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇതിൽ വന്നേക്കുന്ന കുറച്ച് ചേഞ്ചസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഈ നമ്മുടെ കൺട്രോൾ സെൻറ്ററിൻ്റെ ചേഞ്ചസ് ആണ്. പിന്നെ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ ആപ്പ് ഉണ്ടല്ലോ, ഗാലറി ആപ്പ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം നല്ലോണം റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആകെ കുറച്ചുകൂടി കൊളാക്കിയതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഇപ്പോൾ വന്നേക്കുന്ന റീഡിസൈൻ. ആകെ കുറച്ചുകൂടി കൊളാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൊളാക്കിയ മോഡൽ തോന്നിക്കുന്നത്. ഇതിനായിട്ടും ഭേദം മുമ്പത്തെ ഒരു മോഡലായിരുന്നു. പക്ഷേ കുറച്ച് ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിതിൽ വന്നേക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് കുറച്ച് കാൽക്കുലേറ്റർ ആപ്പ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ക്വിക്ക് നോട്ട് ആപ്പ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ ട്രാക്കിംഗ് മോഡ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഇത് ക്യാമറയുടെ ആപ്പിലിൻ്റെ കാര്യമല്ല പറയുന്നത്. നമുക്ക് ഇത് എന്താ പറയുക നമുക്ക് കുറച്ച് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് യൂസ് ചെയ്യാനുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് അത്. ഐ ട്രാക്കിംഗ് മോഡ് സംഭവമൊക്കെ ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് ഫീൽ ചെയ്തേക്കുന്ന കുറച്ച് ചേഞ്ചസും സംഭവങ്ങളൊക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ആപ്പിൾ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിളിലല്ല ഏത് ഒരു ഫോണും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പം ഇഷ്ടം പോലെ ഡിസ്പ്ലേ അടിച്ചു പോകുന്ന പരിപാടിയുണ്ട്, പ്രത്യേകിച്ച് ഔട്ട് ഓഫ് വാറന്റി ആയുള്ള മോഡൽസുകൾ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഐഫോൺ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഇതെന്താ വെച്ചാൽ ഇതിൽ മിക്ക സമയത്തും ഈ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മളറിയുന്നത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഫേംവെയർ ആണല്ലോ, ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. അത് ഹാർഡ്വെയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എറർ വരുമ്പോഴാണ് ആക്ച്വലി ഈ ഹാർഡ്വെയർ അടിച്ചു പോകുന്നത്, അതായത് ഡിസ്പ്ലേ അടിച്ചു പോകുന്നത്. അതിൻ്റെ പിക്സൽ പോകുന്നതാണ്. നിങ്ങൾക്കറിയാം അതിൻ്റെ 3 കളർ പിക്സലുകളാണ് ഉണ്ടാവുക. അത് അടിച്ചു പോയിട്ടാണ് ഗ്രീൻ മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ അപ്പോഴാണ് ഗ്രീൻ ലൈൻ മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന സാധനം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു നല്ല ഹൈ സ്പീഡ് വൈഫൈ ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്യാൻ നോക്കുക. ഈ എന്താ പറയുക 4Gയിലും 5Gയിലും ഒന്നും ചെയ്യാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അത് സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എറർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ ചാർജിങ് മോഡിൽ വെക്കുക. എന്ന് വെച്ചാൽ ചെറിയൊരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നാൽ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഹാർഡ്വെയറിൻ്റെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഐഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് ത്രൂ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് എന്ന് പറയാം. വിൻഡോസ് ആയിക്കോട്ടെ മാക് ആയിക്കോട്ടെ. മാക് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ്, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ iTunes ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ കാണിക്കും, അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഓൾറെഡി കാണിക്കും. അതുപോലെ തന്നെ ബാക്കപ്പ് ചെയ്ത് വെക്കുക. ബാക്കപ്പ് എടുക്കുക ഫസ്റ്റ്, അതിനുശേഷം അപ്ഡേറ്റ് കൊടുക്കുക. ഡയറക്റ്റ് ഫോൺ ത്രൂ ചെയ്യാണ്ട് ഈ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ത്രൂ അതും നമ്മുടെ ലാൻ കേബിൾ കുത്തിയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഈ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തുള്ള എറേഴ്സ് മാക്സിമം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എറേഴ്സും സംഭവമൊന്നും വരാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ അങ്ങനെ ഹാർഡ്വെയർ ഇഷ്യൂ ഒന്നും വരാണ്ടിരിക്കാനുള്ള ചാൻസ്
ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഐഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ iTunes ത്രൂവോ അല്ലെങ്കിൽ മാക്ബുക്ക് ത്രൂവോ ചെയ്യാൻ നോക്കുക. വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ലാപ്ടോപ്പോ സംഭവമൊന്നും ഇല്ലാണെങ്കിൽ തന്നെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ സംഭവമൊക്കെ കടം വാങ്ങിച്ചിട്ട് iTunes ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. എന്ന് വെച്ചാൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ സംഭവം. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ അപ്ഡേറ്റ് ചെയ്യാറുള്ളതൊക്കെ ഞാൻ ഇടയ്ക്ക് എൻ്റെ മാക്ബുക്ക് ത്രൂ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പും ത്രൂ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബാക്കപ്പ് എടുക്കുമ്പോൾ ഞാൻ ബാക്കപ്പ് എടുക്കുന്നത് മെയിനായിട്ട് ലാപ്ടോപ്പിലും അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലും അല്ലെങ്കിൽ മാക്ബുക്കിലായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് iTunes ത്രൂ തന്നെ നമുക്ക് ബാക്കപ്പ് എടുത്ത് വയ്ക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 7 GB ഒക്കെ സൈസ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ റൈസ് ആയി പോകുക അങ്ങനെ എന്തെങ്കിലും കാരണം വന്നാൽ തന്നെ നമുക്ക് സുഖമായിട്ട് ബാക്കപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ സാധനം ബാക്കപ്പ് ചെയ്തെടുക്കുക ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ. അതിനുശേഷം ഡെസ്ക്ടോപ്പ് ത്രൂ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. അത് ജസ്റ്റ് നമ്മുടെ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ജസ്റ്റ് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് iTunes കാണിക്കുകയല്ല, അത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതിനോട് അപ്ഡേറ്റ് ഉണ്ടെന്ന് കാണിക്കും. അത് അപ്ഡേറ്റ് മാത്രം കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മുടെ ഫോണിൽ പിൻ ചോദിക്കും മാത്രമേ ഉള്ളൂ. വേറെ നമുക്കറിയാം ഒരു വലിയ എന്താ പറയുക ഭയങ്കര ഗൂഢമായ സ്റ്റെപ്പോ സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഈസി, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. സിമ്പിൾ പരിപാടിയാണ്. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ എന്ന് തന്നെ പറയാൻ. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഐഫോൺ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ തരത്തിൽ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഈ ഗ്രീൻ ലൈൻ ഡിസ്പ്ലേ ഇഷ്യൂസ് കുറയ്ക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഈ ഡിസ്പ്ലേ ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ബ്രാൻഡ് നമുക്ക് വാറണ്ടി തരുന്നത് 1 year ആണ്. അപ്പോൾ 1 yearലാണ് അവർ ആക്ച്വലി 1 yearനാണ് അവരുടെ ടെസ്റ്റിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ യൂസേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹാർഡ്വെയറിനൊക്കെ വേറെ വിയർ ആൻഡ് ടിയറും സംഭവങ്ങളൊക്കെ വരാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഹാർഡ്വെയറിനും ഈ എന്താ പറയുക ഈ സോഫ്റ്റ്വെയറിനും ഇടയിലുള്ള ഒരു സംഭവമാണ് ഈ ഫേംവെയർ ആണ് ഈ ഇതിന് രണ്ടെണ്ണത്തിനും സിഗ്നൽ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബ്രെയിനിൻ്റെ പോലെ. അപ്പോൾ അതുപോലെ നെർവും ബ്രെയിനൊക്കെ വലിയ അതുപോലെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സാധനത്തിന് ഇപ്പോൾ ഇതിനിടയിൽ നമുക്ക് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോൾട്ടേജസുകളുണ്ട്, കറണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇതിലെന്തെങ്കിലും ചെറിയ ഒരു മൈന്യൂട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നാൽ തന്നെ ഇതുപോലെ ഹാർഡ്വെയർ ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളറിയാം നമ്മളിപ്പോൾ അതുപോലെ തന്നെ മെയിൻ നമ്മുടെ ഒഫീഷ്യൽ ചാർജർ മാത്രം ഉപയോഗിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ അറിയാം ഇപ്പോൾ ബ്രാൻഡൊന്നും അവരെ ചാർജർ തരുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ ലോക്കൽ ചാർജേഴ്സ് ഒക്കെ അപ്പോൾ തന്നെ അവിടെ വോൾട്ടേജ് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഈ സാധനം ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കൂടാനുള്ള ചാൻസ് കൂടുതൽ. എന്ന് വെച്ചാൽ ഇത്ര അധികം ഡാമേജസ് വരാനുള്ള ചാൻസ് കൂടുതൽ. അതുമാത്രമല്ല കുറച്ചൊക്കെ ഇതിൽ ഇവരുടെ ഉടായ്പൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ OLED സ്ക്രീനൊക്കെ ഇറങ്ങൽ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേ ഇപ്പോഴൊന്നുമല്ല. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഈ ഇഷ്യൂ വന്നു തുടങ്ങിയിട്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 3-4 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ OLED ഡിസ്പ്ലേ ഇറങ്ങി തുടങ്ങിയിട്ട് ചിലപ്പോൾ 10 കൊല്ലം തന്നെ മുകളിലൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ അടിച്ച് പോയി. അതിനുശേഷം നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയി, കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ നമ്മളതിൽ പ്രൂഫും സംഭവമൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ നമുക്കിത് ഫുള്ളി അപ്ഡേറ്റിൻ്റെ കുഴപ്പമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാൻഡിൻ്റെ സൈഡിലേക്ക് അത് നമുക്കൊരു ഫേവറായിട്ട് പോകാനും ഈ കേസ് നമ്മൾ തോൽക്കാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതൽ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. മാക്സിമം നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് ചാർജറിൽ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ആപ്പിൾ വാച്ചിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ആപ്പിൾ വാച്ച് ചാർജറിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആപ്പിൾ വാച്ച് ചാർജ് ആവുള്ളൂ, അല്ല അപ്ഡേറ്റ് ആവുള്ളൂ. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ അപ്ഡേറ്റ് ഇന്നലെ ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഫോണിലില്ല, ഐഫോണിലില്ല. അതിൽ ചാർജ് ഉണ്ടായാൽ മതി അത്യാവശ്യം. അപ്പോൾ എപ്പോഴും ഒഫീഷ്യൽ ചാർജറിൽ കുത്തി വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. അത് തന്നെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ചെയ്താൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഡിസ്പ്ലേ ഇഷ്യൂ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത് വരാം. ബൈ.